ടിപ്പു സുൽത്താൻ കോട്ട. ഞങ്ങൾ അതിന്റെ ഉള്ളിലാണ് നിക്കണേ. സെന്ററിലാണ് കേട്ടോ ഞങ്ങള് നിക്കുന്നത്. നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നല്ല അധികം വെയിലൊന്നും ഇല്ല അല്ലേ? ഓരോ മുക്കിലും മൂലിലും ലവേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ പോലെ അല്ലേ? അപ്പോ കണ്ട അവിടെ അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല സൂപ്പറാണ് കേട്ടോ. സംസാരിച്ചോ? ഞങ്ങള് കൊറേ ആയി വന്നിട്ട് ഇങ്ങോട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഫുൾ ടൈം കവ മലമ്പുഴ ആയിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോയിലോ അല്ലെങ്കിൽ ഷോർട്സ് കാണുന്ന ആൾക്കാർ പറയും നിങ്ങൾ എപ്പോഴും ആ കാട്ടിൽ തന്നെയാണോ എന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാര്, അതാരെന്ന് ഞാൻ പറയണില്ല. അപ്പോ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? കൊറേ ഇങ്ങോട്ട് വന്നു. പക്ഷെ രാവിലെ നല്ല തിരക്കായിരുന്നു, കൊറേ ടൂറിസ്റ്റുകാരന്റെ ഒക്കെ തിരക്കായിരുന്നു. ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്പേസും സ്പോട്ടൊക്കെ നോക്കി ഞങ്ങൾക്ക് മതിയായി. അപ്പോ ഇവിടെ വന്നിട്ടില്ല സ്ഥലം. നല്ല തണുപ്പും ഫുൾ മാങ്ങ മരം മാവൊക്കെയാണ് കേട്ടോ. മാങ്ങ മരമല്ല, മാവ്. എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ? നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഷോർട്സ് പറഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ എടുത്താണ് ഈ വീഡിയോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ വീഡിയോക്ക് കമന്റോ ലൈക്കോ ഒന്നും വരാത്തോണ്ട് പിന്നെ എന്ത് വേണേലും പറയാം. അപ്പോ അങ്ങനെ കാര്യങ്ങളില്ലേ? ഓക്കെ. ഇതാ രസമല്ലേ? എന്തുട്ടാ നീ തൃശ്ശൂർ ഭാഷ സംസാരിക്കും? ഇവിടെ തൃശ്ശൂരാണ് പഠിച്ചത് കേട്ടോ. അപ്പൊ അവിടത്തെ 5 കൊല്ലം ഞാൻ അവിടെയല്ലേ പഠിച്ച്. തൃശ്ശൂർ സ്ലാങ്ങിൽ പറ. നീ പറ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം തൃശ്ശൂരാണ്. കാരണം പാലക്കാട് കഴിഞ്ഞ. പക്ഷെ എനിക്ക് തൃശ്ശൂർ ഭാഷ സംസാരിക്കാനേ അറിയില്ല. ഞാൻ പാലക്കാടാണ്. എനിക്ക് പാലക്കാടിന്റെ രീതിയിൽ സംസാരിക്കാൻ. തൃശ്ശൂർ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? അവിടുത്തെ സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് മാത്രം. എനിക്കറിയില്ല, അവര് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാം. അതെ. എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത്. അപ്പൊ അവിടെ ഒരു പയ്യൻ, അവൻ തൃശ്ശൂരാണ്. അവൻ ഭയങ്കര തൃശ്ശൂർ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ആ സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമാണ്, ആ സ്ഥലവും ഇഷ്ടമാണ്. ശരി. എടി എന്തിനാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഇതിനൊന്നും അറിയില്ല, മനസ്സിലായോ? അതൊക്കെ ചുമ്മാ തട്ടിക്കൂട്ട് എഡിറ്റിംഗ് ആണ്. എനിക്കൊന്നും അറിയില്ല. എനിക്ക് വശമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. എന്ത് മനസ്സിലായി ഇതിന്ന്? ഗായ്സ്, എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല. ഇവളുടെ ഒരു രീതിക്ക് കുറെ വീഡിയോ എടുത്തരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല അത് എങ്ങനെയാണെന്ന്. ഞാൻ ഇതുവരെ എനിക്ക് ഫോട്ടോഗ്രാഫിങ്ങോ ഒരു ഇതും അറിയില്ല. എന്താ കളിക്കുന്നത്? എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റി നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ? വരുമാനമില്ലാത്ത യൂട്യൂബേഴ്സ്. ഞങ്ങള് വരുമാനം ഇല്ലാത്ത യൂട്യൂബേഴ്സ് ആണ്. അത് വീഡിയോ കണ്ടിന്യൂട്ട് ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ആരും കാണാനില്ല വീഡിയോസ് അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ ആൾക്കാര് ബംഗാളികളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ ഉള്ളത് കൊണ്ടാ ജീവിച്ചു പോണ എല്ലാരും. എന്ത് വരുമാനം ഒന്നും കിട്ടുന്നില്ലല്ലോ, പിന്നെന്ത് ജീവിച്ചു പോണ്? അവരൊക്കെ കാണുന്നുണ്ട്. എന്ത് കാണുന്നു? 2-3 പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഓ 2-3 വ്യൂസ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമ്മളുടെ ആർക്കും വേണ്ട. നമ്മൾ നല്ല കണ്ടന്റ് കൊടുത്താൽ എല്ലാരും വീഡിയോ കാണും, അങ്ങനല്ലേ? നമ്മൾ എന്ത് കണ്ടന്റ് കൊടുക്കണേ? നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്ത് കൂട്ടില്ലേ, അതാണ്. ഞങ്ങൾ പരാജയപ്പെടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാല്ലേ. നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്ത് ശീലമില്ല, സമയവും ഇല്ല. അതെ, ഒരു ദിവസമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്, ഇടുന്നത്. അതെ. അപ്പൊ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പൊ നമ്മുടെ കോട്ടയ്ക്ക് വന്നാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു അത് കാര്യം. അപ്പൊ ഇവിടെ തിരക്ക് രാവിലെ നല്ല തിരക്കായിരുന്നു, ഇപ്പൊ തിരക്കില്ല അല്ലേ? ഇവിടെ കോട്ടയുടെ ഉള്ളിൽ തന്നെ ഒരു ഹനുമാന്റെ ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെ നല്ല തിരക്കുണ്ടോ? കാർത്തിക വിളക്കായതുകൊണ്ട് അതിന്റെ നല്ല തിരക്കുണ്ടായിരുന്നു. അതെ. അപ്പോ ഞങ്ങള് എപ്പോഴാണ് നമ്മൾ പോയത് അമ്പലത്തില്? നമ്മളൊരു കഴിഞ്ഞ ആഴ്ച അല്ലേ? 2 ആഴ്ച മുന്നേ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അവിടെ ഒരു കോമഡി നടന്നു. ഞാൻ നല്ലോണം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കേട്ടോ, എനിക്കൊരു പ്രശ്നങ്ങളും വരരുത്, അല്ലെങ്കിൽ എന്റെ കഷ്ടകാലമൊക്കെ മാറ്റിത്തരണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ദൈവം അത് വേഗം കേട്ടു. ഞാൻ ഭയങ്കര മനസ്സുരുക്കി പ്രാർത്ഥിച്ചില്ല അവിടെ നിന്ന് കുറെ പ്രാർത്ഥിച്ചു, എനിക്ക് കഷ്ടകാലമൊക്കെ മാറ്റി തരണം പറഞ്ഞിട്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എന്റെ ചെരുപ്പ് കാണാനില്ല. ദൈവം വേഗം കേട്ടു. ദൈവം വേഗം കേട്ടു. കഷ്ടകാലമൊക്കെ മാറ്റണം പറഞ്ഞാണ് പുറത്തിറങ്ങുമ്പോ എന്തായി, ചെരുപ്പ് കാണാനില്ല. എന്റെ ചെരുപ്പ് അവർ എടുത്തുകൊണ്ട് പോയി. ചെരുപ്പ് തരുന്ന സമയം നഷ്ടം. എന്താണ് കഷ്ടകാലം മാറണം എന്ന് പറഞ്ഞപ്പോ തന്നെ ചെരുപ്പ് മേടിക്കാനുള്ള പൈസ ദൈവം നന്നായി കേട്ടു. പക്ഷെ ഇവളുടെ ചെരുപ്പ് ആർക്കും വേണ്ടട്ടാ, കാരണം ഇവളുടെ കുട്ടി ചെരുപ്പാണ്, ആർക്കും വേണ്ട, ആരും എടുത്തിട്ട് പോയില്ല അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂളിപ്പാട്ട പാടുള്ളൂ. എന്ത് എങ്ങനെ? മരിമഴയിൽ കാറ്റടിച്ചു കത്താടടി, ഇങ്ങനെ പാട്. ഇവിടെ മഴന്റെ പാട്ട് പാടിയത് മഴ വന്നുട്ടാ. എനിക്ക് പാടാറില്ല, ഞാൻ ബാത്റൂമിൽ പോലും പാടാറില്ല. അത് ഓട്ടോമാറ്റിക് വരികയല്ലേ. നിന്റെ ഒരു ഡാൻസ് കാണണമെന്നാണ് സബ്സ്ക്രൈബറിന്റെ ആവശ്യം. നീ ഒരു ഡാൻസ് കളിക്കും, ഡാൻസ് കളിക്കും. ഇവളുടെ ഒരു ഡാൻസ് ഷോർട്സിലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും കണ്ടോട്ടോ, നല്ല രസം കേട്ടോ കളിക്കാൻ. ഇവർക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല, ചുമ്മാ അങ്ങനെ 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് കളിച്ചാണ്ട് ആള് അല്ലേ? പക്ഷെ അത് കൊള്ളായിരുന്നു അല്ലേ? പിന്നെ ആരും കണ്ടില്ല. നമ്മുടെ ചാനലിന് ഒരു പ്രത്യേകത ഉണ്ട്, ആരും കാണാതില്ല, വ്യൂസിന് റീച്ച് ഒന്നുമില്ല. നമ്മൾ അങ്ങനത്തെ കണ്ടന്റ് ആണ്, നല്ല കണ്ടന്റ് ഇട്ടാ റീച്ച് കിട്ടും. ഞാൻ കുറച്ച് മുമ്പ് വരെ ഈ ദൈവത്തിന്റെ അമ്പലങ്ങളൊക്കെ, ഞാൻ ഈ ലീവുള്ള ദിവസങ്ങളൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോ അതിന്റെ അങ്ങനെയല്ലേ, അമ്പലത്തിൽ പോണ ദിവസങ്ങളിലൊക്കെ എന്തായി, അമ്പലത്തിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ആദ്യം ഇടും. പക്ഷെ അതാരും കാണാണ്ടായപ്പോ മെല്ലെ ഷോർട്സിലൊക്കെ നീങ്ങി. ഷോർട്സും ആരും കാണുന്നില്ല, വീഡിയോസും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് വരുമാനം ഇല്ലാത്ത യൂട്യൂബേഴ്സ് ആണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലേ? മഴ വന്നു. ഇവിടെ ഒരു മഴയുടെ പാട്ട് പാടി ഇവിടെ മഴ അല്ലേ? കിട്ടിയ ചാൻസ് ഒന്നും വിടും കേട്ടാ. കളിയാക്കിക്കോ. ഇവിടെ അവിടെ ഒരു തുരങ്കം ഉണ്ടല്ലേ, കോട്ടയിലാണ് ഞങ്ങള്, ടിപ്പു സുൽത്താൻ കോട്ട. ഇവിടെ നിന്ന് മൈസൂർക്ക് ഒരു തുരങ്കം ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, എവിടെയെന്ന് അറിയില്ല. പക്ഷെ മഴ വന്നു, കൊട എടുത്തിട്ടില്ലോ, ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളൊരു വീഡിയോ എടുക്കും, അതിൽ അടുത്ത വർഷമായിരിക്കും. കാരണം ഈ മാസം ഡിസംബർ ആണ് 2024. ഇനിയിപ്പോ അടുത്ത മാസമായിരിക്കും നമ്മൾ കാണാം. അതുവരെയും ടാറ്റ, ബൈ.